ചെമ്പനീർ പൂവിലാണെങ്കിൽ അങ്ങനെ ശ്രുതിയാണെങ്കിൽ തന്ത്രപൂർവം സച്ചിയെയും രേവതിയെയും ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോയി എന്ന് കാണുമ്പോൾ ബീരാൻ്റെ അടുത്ത് ചെന്ന് ശ്രുതി പറയുന്നുണ്ട്, അവരെ ഞാൻ ഒഴിവാക്കി. ഞാൻ വിചാരിച്ചത് പെട്ടുപോകുമെന്നാണ്. എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് പെട്ടുപോയില്ല എന്ന് പറയുന്നു. ഇനി ബീരാനിക്കയ്ക്ക് ധൈര്യമായിട്ട് സഞ്ചരിക്കാമെന്നും പറയുന്നു. അത് കേട്ട ബീരാനിക്ക പറയുന്നുണ്ട്, അവർ മണ്ടന്മാരായതുകൊണ്ടാണ് നിനക്കവരെ ഇത്രയും നാൾ പറ്റിക്കാനായിട്ട് കഴിഞ്ഞത്. നീ ഇനിയും അവിടെ തുടരുമോ എന്നൊക്കെ സംശയം തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ ബീരാനെ സ്വതന്ത്രനാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുന്നു. ഇതിനിടയിൽ നമ്മുടെ അശോകനാണെങ്കിൽ ആരെ വിളിക്കുന്നു, സച്ചിയെയും രേവതിയെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, മാളുവിന് നിങ്ങളുടെ അനുഗ്രഹം മേടിക്കണമെന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറയുന്നു. അപ്പോൾ അശോകൻ്റെ അടുത്ത് രേവതി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വരണോ, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണം എന്ന് പറയുമ്പോൾ അങ്ങനെ ശ്രുതി പോകുന്നതും സച്ചിയും രേവതിയും അകത്തേക്ക് കയറുന്നതും ഒപ്പമായിരിക്കും കേട്ടോ. ഇവിടെയാണെങ്കിൽ സച്ചിയും രേവതിയും പോയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബീരാൻ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൃത്യസമയം ഹാളിലേക്ക് കയറുമ്പോൾ കാണുന്നത് ബീരാനെയാണ് എന്ന് കാണാം. ഇതേ സമയം നമ്മുടെ ബീരാനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചിയും രേവതിയും. കൂടാതെയാണെങ്കിൽ അശോകനാണെങ്കിൽ ബീരാനെ അവർക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇതാണ് ഫെബിൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ് ബീരാനാണ് പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, കൂട്ടുകാരെ.